ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുഡിംഗ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ജലാറ്റിനും ചൈന ഗ്രാസും ഒന്നും ചേർക്കാതെ വളരെ ഈസിയായി ഒരു 10 മിനിറ്റിനുള്ളിൽ വളരെ കുറച്ച് ചേരുവകൾ വെച്ചുണ്ടാക്കാവുന്ന നല്ലൊരു കിടിലൻ പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ബിസ്ക്കറ്റ് പുഡിംഗ് ആണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പുഡിംഗ് വേറെ ഉണ്ടാവില്ല. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചറാണ് ഈ പുഡിങ്ങിനുള്ളത്. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എപ്പോഴൊന്നും എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ അതിന് പകരമായിട്ട് വീട്ടിൽ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ചേരുവകൾ വെച്ച് ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ. ഇനി വേഗം നമുക്ക് റെസിപ്പി നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തുടർന്നും ഈസിയും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പികൾ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്നുപോലും മിസ്സാകാതെ പെട്ടെന്ന് തന്നെ കാണാൻ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുതേ. ആദ്യം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് തിളച്ച വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് കോഫി പൗഡർ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമുക്ക് ബിസ്ക്കറ്റ് ഇതിൽ നിന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം പുഡിംഗ് ട്രേയിൽ നിരത്തി കൊടുക്കാന്. അപ്പൊ കോഫിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ അതിന് പകരം ഇളം ചൂടുള്ള പാലെടുക്കാം. പക്ഷെ ഈ പുഡിങ്ങിന് ടേസ്റ്റ് അത് വളരെ കുറച്ച് കോഫി കൊക്കോ പൗഡർ ഫ്ലേവേഴ്സിന്റെ ആ ഒരു കോമ്പിനേഷനാണ്. ഇനി ഞാനിവിടെ മാരിഗോൾഡ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഓരോന്നായി കോഫിയിൽ ഡിപ്പ് ചെയ്ത് പുഡിംഗ് സെറ്റ് ചെയ്യുന്ന ട്രേയിൽ നിരത്തി കൊടുക്കാം. നിങ്ങൾക്ക് ബിസ്ക്കറ്റിന് ലെയർ അത്യാവശ്യം തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ബിസ്ക്കറ്റ് വെച്ചെടുക്കുക. ഇനി ഇതിന് മുകളിൽ ഒരു ക്രീം ലെയർ ആണ് കൊടുക്കേണ്ടത്. അതിനായിട്ട് വിപ്പിംഗ് ക്രീം തന്നെ ബീറ്റ് ചെയ്ത് ചേർക്കണം എന്നൊന്നുമില്ല. തിക്ക് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം പഞ്ചസാര ചേർത്ത് മിക്സ് ആക്കി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 500 ഗ്രാം വിപ്പിംഗ് ക്രീമാണ് ക്രീം ലെയറിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ക്രീമുകളൊന്നും എപ്പോഴും എല്ലാ വീടുകളിലും സ്റ്റോക്കായി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ക്രീമിന് പകരമായിട്ട് പാലിൽ പഞ്ചസാരയും കോൺഫ്ലോറും ചേർത്ത് കുറുക്കിയെടുത്തതായാലും മതി. അങ്ങനെ ചെയ്യുമ്പോൾ പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡും പിന്നെ ഏതെങ്കിലും ചീസും കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്താൽ ടേസ്റ്റ് കിടുമായിരിക്കും. ഈ കോൺഫ്ലോർ ചേർത്ത് ക്രീം മിക്സ് ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്ത ബ്രെഡ് കുനാഫയുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതാകുമ്പോൾ അളവിൽ മാത്രം നിങ്ങളുടെ ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ഈ ഒരു ടെക്സ്ചറിൽ ക്രീം ബീറ്റായി വന്നാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചീസ് ചേർത്തെടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്. ഞാൻ ക്രീം ചീസാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ട്രയാങ്കിൾ ചീസോ ചീസ് സ്പ്രെഡോ ഏതാണോ ഉള്ളത് അത് ചേർക്കാം. ഇനി ഇതൊന്നുകൂടെ ബീറ്റ് ചെയ്യാം. കേക്കിലേക്ക് ക്രീം ഉണ്ടാക്കുന്ന അത്രയൊന്നും സ്റ്റിഫ് ആവേണ്ട ആവശ്യമില്ല. വിപ്പിംഗ് ക്രീം ഒന്ന് സോഫ്റ്റ് പീക്കായി വന്നാൽ നമുക്ക് നിരത്തി വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിന്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ കുറച്ച് കൊക്കോ പൗഡർ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം. ഒരുപാട് ക്രീമും കുറച്ച് ബിസ്ക്കറ്റും ആകുമ്പോൾ ടേസ്റ്റ് അത്ര നന്നായിരിക്കില്ല. അപ്പൊ ക്രീം എടുക്കുന്നതിനനുസരിച്ച് ബിസ്ക്കറ്റ് ലെയറിന്റെ തിക്നെസ് കൂട്ടാൻ ശ്രദ്ധിക്കാട്ടോ. പുഡിംഗ് കഴിക്കുമ്പോൾ ക്രീമിന്റെ ഒപ്പം തന്നെ കോഫിയിൽ ഡിപ്പ് ചെയ്ത ബിസ്ക്കറ്റിന്റെ സോഫ്റ്റ് ക്രഞ്ചിനെസ് കൂടെ വരുമ്പോഴാണ് ഈ പുഡിങ്ങിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടൂ. ഇതിന് 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്നുകൂടെ സെറ്റ് ആക്കിയതിനു ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ ഗാർണിഷിങ്ങിനായിട്ട് മുകളിൽ ബിസ്ക്കറ്റ് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ലെയറിന്റെ ഇടയിലും പിന്നെ ഗാർണിഷിങ്ങിനായിട്ടൊക്കെ നട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ജലാറ്റിൻ ചൈന ഗ്രാസ് ഒക്കെ ചേർത്തുണ്ടാക്കുന്ന പുഡിംഗ് പോലെ പെർഫെക്റ്റ് ആയി കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫ് ആവുന്നതുവരെ ബീറ്റ് ചെയ്യണം. പക്ഷെ ഈ പുഡിങ്ങിന് ടേസ്റ്റ് അത് ഈ ഒരു ടെക്സ്ചറിൽ കഴിക്കുമ്പോൾ തന്നെയാണ്. ബീറ്റ് ചെയ്യാൻ ഒരു 5 മിനിറ്റ്, പിന്നെ പുഡിംഗ് സെറ്റ് ചെയ്യാൻ ഒരു 5-6 മിനിറ്റ്, ഇത്രയും ടൈം മതി. വെറും 10-15 മിനിറ്റിനുള്ളിലായിട്ട് നമുക്ക് ഈ പുഡിംഗ് റെഡിയാക്കാം. അപ്പൊ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ വീഡിയോന്റെ അടിയിൽ കമന്റായി തന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാട്ടോ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം മറക്കാതെ കമന്റായി അറിയിക്കണേ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലെ ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.